നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നവഗ്രഹങ്ങളിൽ ഒരാളായിട്ടാണ് സൂര്യനെ കണക്കാക്കുന്നത്. നവഗ്രഹങ്ങളുടെ അധിപതി സ്ഥാനം തന്നെയാണ് സൂര്യന് നൽകി പോരുന്നതും. അപ്പോൾ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുടെ മധ്യത്തിലാണ് സൂര്യനെ സ്ഥാപിച്ചിരിക്കുന്നത്. നവഗ്രഹങ്ങളെ ഭജിക്കാൻ സാധിക്കാത്തവർ ഇപ്പോൾ സൂര്യനെ മാത്രം ഭജിച്ചാൽ മതി എന്നൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് സൂര്യപ്രതിക്ക് വളരെ നല്ലത്. ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ ദേവീ ദേവന്മാർക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിലെ ആദ്യത്തെ ദിവസമായ ഞായറാഴ്ച സൺഡേ സൂര്യൻ്റെ ദിവസമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ ആത്മാവായിട്ടാണ് സൂര്യനെ അറിയപ്പെടുന്നത്. അപ്പോൾ സൂര്യനില്ലാത്ത ഒരു ദിവസം നമ്മൾക്ക് ചിന്തിക്കുന്ന കൂടി സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് എന്ന് തന്നെ സൂര്യഭഗവാനെ അല്ലെങ്കിൽ സൂര്യദേവനെ പറയുന്നത്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സൂര്യദേവന്റെ അനുഗ്രഹം തീർച്ചയായും ആവശ്യമാണ്. സൂര്യനില്ലെങ്കിൽ ഈ ജീവജാലങ്ങൾ മനുഷ്യൻ ഉൾപ്പെടുന്ന ആർക്കും തന്നെ ഒരു നിലനിൽപ്പില്ല. അപ്പോൾ സൂര്യദേവനാണ് നമ്മളുടെ ഓരോ മനുഷ്യരായാലും മൃഗങ്ങളായാലും എന്താവട്ടെ ഈ ലോകത്തുള്ള ഏത് ജീവജാലങ്ങളായാലും പുൽക്കൊടിയായാലും പൂമ്പാറ്റയായാലും എന്തായാലും അവരുടെയൊക്കെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ ആത്മാവെന്ന് പറയാം, അതുതന്നെയാണ് സൂര്യദേവൻ. അപ്പോൾ മഹാദിക്കുകളിൽ ഒന്നായ കിഴക്കിൻ്റെ അധിപനും സൂര്യനാണ്. സൂര്യപ്രതിഷ്ഠയുള്ള ധാരാളം അമ്പലങ്ങൾ ഇന്ത്യയിലുണ്ട്. 108 നാമധേയങ്ങളാൽ സൂര്യൻ അറിയപ്പെടുന്നുമുണ്ട്. അജ്ഞതയാകുന്ന ഇരുട്ടിനെ നീക്കി അറിവാകുന്ന വെളിച്ചത്തിലേക്കാണ് സൂര്യൻ നമ്മെ നയിക്കുന്നത്. അപ്പോൾ സൂര്യനെ ജപിക്കുന്നത് പുണ്യപ്രദം മാത്രമല്ല, നമ്മൾക്ക് ജീവിതത്തിലുടനീളം ഒരു ജീവിത വിജയത്തിനും അറിവിനും അതുപോലെ തന്നെ ആയുരാരോഗ്യത്തിനും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും സൂര്യഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും കൊണ്ടും നമ്മൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചർമ്മരോഗങ്ങളുള്ളവർ എന്താണ് വേണ്ടുന്നതെന്ന് പറയുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസം വ്രതമെടുത്ത് സൂര്യനെ ഭജിച്ചാൽ രോഗത്തിൽ നിന്ന് മുക്തി നേടും. ഇപ്പോൾ അലർജിയായിട്ടുള്ള അലർജിക് പേഷ്യൻസ് ഒരുപാടുണ്ട്. കഴിക്കുന്ന ഫുഡിൻ്റെ ആയാലും അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചർമ്മരോഗങ്ങൾ അനുഭവിക്കുന്നവർ ഞായറാഴ്ച ദിവസം വ്രതമെടുത്ത് സൂര്യഭഗവാനെ ഭജിക്കുന്നത് ആ രോഗത്തിൽ നിന്ന് വളരെ മുക്തി ലഭിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. സൂര്യനെ ഭജിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങളും സൂര്യദേവൻ നൽകുന്നതാണ്. നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വരെ സൂര്യനെ രാവിലെ എണീറ്റ അമ്മമാർ സൂര്യഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് അവരുടെ മക്കളുടെ ആരോഗ്യത്തിനും സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും എല്ലാം വഴിതെളിക്കുന്നതാണ്. അപ്പോൾ സൂര്യനെ തപസ് ചെയ്താണ് പാഞ്ചാലി അക്ഷയപാത്രം വരെ നേടിയത്. അപ്പോൾ മഹാഭാരതത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന സ്യമന്തക രത്നം സൂര്യന്റെ വരദാനമാണ്. പുണ്യപുരാതന ഗ്രന്ഥമായ രാമായണത്തിൽ പോലും രാവണനെ തോൽപ്പിക്കാനായി ശ്രീരാമനോട് അഗസ്ത്യമുനി സൂര്യനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ അത്രത്തോളം ഗുണകരവും അത്രത്തോളം വലിയ ഭാഗ്യങ്ങളും മാറ്റങ്ങളും നമുക്ക് തരാൻ കഴിവുള്ള ഒരു ഭഗവാനാണ് സൂര്യദേവൻ. അഗസ്ത്യമുനി, എവർക്കും അറിയാവുന്ന കഥയാണ്. അഗസ്ത്യമുനി ശ്രീരാമന് ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശ്രീരാമദേവൻ രാക്ഷസ രാജാവായ രാവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു വധിച്ചു. അപ്പോൾ ഈ മന്ത്രം ജപിച്ചാൽ ശത്രുനാശവും അതുപോലെ തന്നെ സൽകീർത്തിയും ലഭിക്കുന്നതാണ്. ശത്രുക്കളാൽ വലയുന്ന ആളുകൾ ഒരു സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ മാറ്റങ്ങളും ശത്രുനാശം വരെ വരുത്തുകയും നമ്മളുടെ സൽകീർത്തിയെ ശത്രുക്കൾ മുഖേന നമ്മളുടെ ദുഷ്കീർത്തി വരുത്തുകയാണെങ്കിൽ ആ ശത്രുനാശം വരുത്തി നമ്മൾക്ക് വീണ്ടും സൽകീർത്തി നിലനിർത്താൻ കൂടി സൂര്യഭഗവാൻ സഹായിക്കുന്നതാണ്. ആപത്തു കാലങ്ങളിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാലും ആപത്തുകൾ ഒഴിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പറയുന്നത്. ദിവസവും ജപിച്ചാൽ ഇത്ര വലിയ ദുരിതവും ദുഃഖവും അകലുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് തന്നെ പരീക്ഷാ വിജയത്തിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്യുത്തമമായ ഒരു മന്ത്രം കൂടിയാണ് ആദിത്യ ഹൃദയ മന്ത്രം. വീട്ടിലുള്ള മുത്തശ്ശിമാരൊക്കെ സാധാരണ ജപിച്ച് കേട്ട് അത് അടുത്ത തലമുറകളിലേക്ക് എത്തി ഏവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ചില ആളുകൾക്ക് അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടിയാണ് പറഞ്ഞു തരുന്നത്. അതിരാവിലെ തന്നെ കുളിച്ച് സർവ്വചരാചരങ്ങളുടെയും ദേവനായ സൂര്യനെ നോക്കി
ഭക്തി ആദരപൂർവം അത്ഭുത ശക്തിയുള്ള ഈ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചാൽ തന്നെ സൽകീർത്തിയും സമ്പത്തും ആയുരാരോഗ്യങ്ങളും നിശ്ചയമായും ലഭിക്കുന്നതാണ്. അപ്പോൾ ഏവർക്കും അറിയാവുന്നതാണ് ഈ ആദിത്യ ഹൃദയ മന്ത്രം എങ്കിൽ പോലും ഞാൻ അറിയാത്തവർക്കായി ഒന്ന് ഇവിടെ പറയുകയാണ്. ആ മന്ത്രം ഇങ്ങനെയാണ്: സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്ധകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദം കാന്തിരൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വൈക സാക്ഷണ തേ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. അപ്പോൾ ആദ്യത്തെ മന്ത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. സൽകീർത്തിക്കും സമ്പത്തിനും ആയുരാരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഏവർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണിത്, ആദിത്യ ഹൃദയ മന്ത്രം. രാവിലെ എഴുന്നേറ്റതിന് ശേഷം ശുദ്ധിയായി വൃത്തിയായി ശുദ്ധ മനസ്സോടുകൂടി ആദിത്യ ഭഗവാനെ ഏവരും പ്രാർത്ഥിക്കേണ്ടതാണ്. ഫലം സുനിശ്ചിതമാണ്, അതിന് സംശയം വേണ്ട. എൻ്റെ മുത്തശ്ശി എനിക്ക് ചൊല്ലിത്തന്ന് ഇപ്പോഴും ആ ചെവിയിൽ അത് കേൾക്കുമ്പോൾ തന്നെ രാവിലെ പ്രഭാതത്തിലായി എഴുന്നേൽക്കുമ്പോൾ മുത്തശ്ശി ഞാൻ കിടന്ന് ഉറങ്ങുന്ന നേരത്ത് എന്നെ തട്ടി എഴുന്നേൽപ്പിക്കും, മോനെ എണീരെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് അന്നത്തെ ഒരു കാലത്ത് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യമാണ് വരുന്നത്. എനിക്ക് ഇച്ചിരി കൂടെ ഉറങ്ങാൻ മുത്തശ്ശി സമ്മതിക്കുന്നില്ലല്ലോ എന്നുള്ള ദേഷ്യം. പക്ഷേ ഇന്നത്തെ ഈ പ്രായത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു ഓർമ്മകൾ, ആ ഒരു പാഠങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചതെന്ന്, അല്ലെങ്കിൽ ഇവിടെ എത്തി നിൽക്കാനായി നമ്മൾക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇത് എത്തിക്കാനായി നമ്മൾക്ക് വാഗ്ദേവത സരസ്വതി ദേവിയുടെ അനുഗ്രഹം എനിക്ക് നൽകിയതും എല്ലാം ഈ നമ്മുടെ മുതിർന്ന അല്ലെങ്കിൽ കാർന്നോർമാരെന്ന് പറയത്തില്ലേ, അവരുടെയൊക്കെ അനുഗ്രഹമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് നമ്മൾക്ക് തരാൻ. അല്ലെ കോടികളുടെ സമ്പാദ്യമൊന്നും ആരും നമുക്ക് തന്നിട്ടില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകളാണ് അത് നാളത്തെ തലമുറയിലേക്ക് എത്തിക്കാൻ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അത് സാധിക്കുന്നെങ്കിൽ അത് മഹാഭാഗ്യമെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഏവർക്കും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ, ജപിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ. ശുദ്ധ വൃത്തിയോടുകൂടി അതും ചെയ്തു നോക്കൂ. ഭാഗ്യവും അനുഗ്രഹവും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഞാൻ എപ്പോഴും അത് പറയുന്നതാണ്, വലിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് ഭാവിയിൽ തന്നെ നമ്മൾക്കത് ഒരു സമാധാനം, എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടെൻഷൻസ് ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റീഷൻസ് വേൾഡാണ്. കോമ്പറ്റീഷൻ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്തിനും എവിടെയും കോമ്പറ്റീഷനാണ്, മത്സരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കുന്നതിനും ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നതിനും ഒക്കെയും ചെറിയ ചെറിയ മന്ത്രങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഏവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രമാണ്. ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ്. നന്ദി.